ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Neenusvlogs. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരടിപൊളി ചക്കപ്പായസം ആയിട്ടാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചക്കപ്പായസത്തിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴുത്ത വരിക്കച്ചക്ക. അത് ഇതുപോലെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുക. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാം പാലും രണ്ടാം പാലും ആവശ്യമുണ്ട്. 2 തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കടലപ്പരിപ്പ്, ഇതൊരു 4 മണിക്കൂർ കുതിരാൻ വെച്ച് കഴുകി മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ ചക്കയും കടലപ്പരിപ്പും വേറെ വേറെ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുത്തി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അതിനുശേഷം ഞാൻ മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെള്ളം ഉരുക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 10-15 കഷ്ണം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്കും ഒരല്പം വെള്ളം ഒഴിച്ച് ചൂടാക്കി ഉരുക്കാൻ വെക്കുക. വെള്ളം ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. അതിനുശേഷം വെള്ളം ഉരുക്കിയെടുക്കുക. ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് വെള്ളം എടുക്കാവുന്നതാണ്. ഈ വെന്ത ചക്കയിലേക്ക് നമുക്ക് ഉരുക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം തീ കത്തിക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഒരു ചെറിയ തിള വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതും നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരു തിള വന്നാൽ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 ഏലക്കായയും 1 സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്